കഥകൾ ഇങ്ങനെയാണ് പറയുന്നത്. എല്ലാ വർഷവും കന്നിമാസത്തിലെ സർപ്പപൂജയ്ക്കായി പാമ്പുമേക്കാട്ട് മനയിൽ നിന്നും ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഈ പ്രദേശത്തെത്തി പൂജകൾ കഴിച്ച് മടങ്ങുക പതിവായിരുന്നു. അങ്ങനെ ഒരിക്കൽ സർപ്പപൂജയ്ക്കായി ദേശത്തെത്തിയ അദ്ദേഹത്തെ മഹാവ്യാധിയായി വസൂരി ബാധിച്ചു. സ്വജനങ്ങൾ പോലും ഭയത്തോടെ അകന്നുമാറുന്ന ഈ മഹാവ്യാധിയിൽ പുതുക്കുളത്തെ മഹാമനസ്കരായ അംഗങ്ങൾ അദ്ദേഹത്തെ പരിപാലിക്കുകയും നാളുകൾ നീണ്ട പരിചരണത്തിലൂടെ അദ്ദേഹത്തെ രോഗവിമുക്തനാക്കുകയും ചെയ്തു. രോഗം മാറിയ അതിഥിയെ പുതുക്കുളത്തെ നല്ലവരായ ബ്രാഹ്മണർ തന്നെ പാമ്പുമേക്കാട് മനയിൽ കൊണ്ടുചെന്നാക്കുകയും ഈ മഹാമനസ്കതയിൽ നന്ദി സൂചകമായി അവിടുത്തെ കാരണവർ ധനം ദക്ഷിണയായി നൽകുകയും ചെയ്തു. എന്നാൽ സത്കർമ്മം പുണ്യപ്രദാനം ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്ന പുതുക്കുളത്തെ ബ്രാഹ്മണ ശ്രേഷ്ഠർ ആ ദക്ഷിണ നിരസിച്ച് വിനയാന്യതയായി ശിരസ് നമിച്ചു. പുതുക്കുളത്തിന്റെ മഹാമനസ്കതയിൽ മനം നിറഞ്ഞ പാമ്പുമേക്കാട്ട് കാരണവർ എക്കാലത്തും തുണയേകുവാൻ 5 സർപ്പചൈതന്യം ദാനമായി നൽകി. വിശിഷ്ടമായ ഉപാസന മന്ത്രം പനയോലയിൽ എഴുതി നൽകുകയും ഈ സർപ്പ ചൈതന്യങ്ങൾക്ക് യഥാവിധി പൂജകൾ തപസ്യയായി അനുഷ്ഠിച്ചാൽ പുതുക്കുളത്തിനും സമീപവാസികൾ